നമസ്കാരം. ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജോജു ജോർജിന് മറുപടിയുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി രംഗത്തെത്തി. ചുരുളിയിൽ അഭിനയിച്ചത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നുവെന്നും തനിക്ക് പ്രതിഫലം ലഭിച്ചില്ലെന്നുമുള്ള ജോജുവിന്റെ ആരോപണം തള്ളിക്കൊണ്ട് പ്രതിഫലം കൈമാറിയതിന്റെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് ലിജോയുടെ പ്രതികരണം. ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ലിജോ മറുപടിയുമായി രംഗത്ത് വന്നത്. A സർട്ടിഫിക്കറ്റ് ഉള്ള പതിപ്പ് ഇതുവരെയും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും അത് ചെയ്യാൻ താൻ തയ്യാറാണെന്നുമാണ് ലിജോ ജോസ് പറയുന്നത്. മാത്രമല്ല, ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന വാദവും ലിജോ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തന്റെ സഹപ്രവർത്തകരായ നിർമ്മാതാക്കൾക്ക് വിഷമമുണ്ടായതിനാലാണ് ഈ പ്രതികരണമെന്നും ലിജോ പറയുന്നു. പ്രിയപ്പെട്ട ജോജുവിന്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം. A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. കമ്മിറ്റിയെ വെച്ചന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ടെന്ന് ലിജോ ജോസ് പറയുന്നു. സിനിമ ചിത്രീകരണ വേളയിൽ തങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല. ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളയാളാണ് തങ്കൻ ചേട്ടൻ എന്ന കഥാപാത്രം. ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. 3 ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിനെ കൊടുത്ത ശമ്പള വിവരം ചുവടെ ചേർക്കുന്നുവെന്ന് ലിജോ പറയുന്നു. ഇതിന് താഴെ നൽകിയ വൗച്ചറിൽ ജോജുവിന് നൽകിയ പ്രതിഫലം ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് 3 ദിവസത്തെ ഷൂട്ടിനായി ജോജു കൈപ്പറ്റിയതെന്ന് ലിജോ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാണ്. ഇതുകൂടാതെ GST ഇനത്തിൽ കുറച്ചു രൂപയും നിർമ്മാതാക്കൾക്ക് ചിലവായി. അങ്ങനെ ആകെ തുകയുമായി 5 ലക്ഷത്തിൽ പരം രൂപ ജോജു ജോർജുവിന് ഈ ചിത്രത്തിന്റെ പ്രതിഫലമായി നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജോജു ചുരുളി സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചത്. തെറി പറയുന്ന ഭാഗം അവാർഡിന് അയക്കുക മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ തെറി പറഞ്ഞ് അഭിനയിച്ചതെന്നായിരുന്നു ജോജു ജോർജ് ആരോപിച്ചത്. എന്നാൽ അവർ അത് റിലീസ് ചെയ്തുവെന്നും അതിപ്പോൾ ഞാനാണ് ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നും നടൻ ആരോപിച്ചിരുന്നു. ചുരുളിയുടെ തെറി ഇല്ലാത്തൊരു പതിപ്പുണ്ട്. ഈ പതിപ്പ് ഞാൻ ഡബ് ചെയ്തിരുന്നു. അതാകും തിയേറ്ററിൽ എത്തുകയെന്നാണ് കരുതിയതെന്നും അഭിനയിച്ചതിന് കൃത്യമായി പ്രതിഫലം പോലും കിട്ടിയില്ലെന്നും ജോജു പറയുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ വീണ്ടും ചുരുളി വിവാദം ശക്തമാവുകയാണ്.